ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് ഇനി നമ്മളിപ്പോ രണ്ട് തരത്തിലുള്ള ഡയഗ്രം നമ്മൾ പഠിച്ചു. UML ഡയഗ്രത്തിന്റെ അകത്ത് ക്ലാസ് ഡയഗ്രവും അതേപോലെ തന്നെ യൂസ് കേസ് ഡയഗ്രവും നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഇന്ററാക്ഷൻ ഡയഗ്രം ആണ്. ഇന്ററാക്ഷൻ ഡയഗ്രം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ്. അതായത് ഏതെങ്കിലും രണ്ട് ഒബ്ജക്റ്റിന്റെ നടുവിൽ നടക്കുന്ന ഇന്ററാക്ഷൻസ് എന്തൊക്കെ, അതായത് എന്തൊക്കെ മെസ്സേജ് ആണ് രണ്ട് ഒബ്ജക്ട്സിന്റെ നടുവിൽ, ഒബ്ജക്ട് എന്ന് വെച്ചാൽ രണ്ട് എന്റിറ്റിന്റെ നടുവിൽ അവിടെ നടക്കുന്നത് എന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ററാക്ഷൻ ഡയഗ്രം ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ രണ്ട് ഇന്ററാക്ഷൻ ഡയഗ്രം നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് നമുക്ക് സീക്വൻഷ്യൽ ഡയഗ്രം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഡയഗ്രാംസ്. കാരണം സീക്വൻഷ്യൽ ഡയഗ്രാം ഒക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോ മിനി പ്രൊജക്ട് ഒക്കെ ചെയ്യുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മിനി പ്രൊജക്ട് ആൻഡ് മെയിൻ പ്രൊജക്ടിന്റെ ഒക്കെ ആവശ്യം വരും. സീക്വൻഷ്യൽ ഡയഗ്രാം. പിന്നെ ഒന്ന് വരുന്നത് കൊലാബറേറ്റീവ് ഡയഗ്രാം. കൊലാബറേഷൻ ഡയഗ്രാം. ഇങ്ങനെ രണ്ട് ഡയഗ്രാംസ് ആണ് നമുക്ക് ഈ ഇന്ററാക്ഷൻ ഡയഗ്രത്തിന്റെ അടിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് സീക്വൻഷ്യൽ ഡയഗ്രത്തിനെ പറ്റിയിട്ടാണ്. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. അതായത് രണ്ട് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ നടുവിൽ എന്തൊക്കെ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്ററാക്ഷൻ ഡയഗ്രത്തിന്റെ അകത്ത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇന്ററാക്ഷൻ അമംഗ് ദ ഒബ്ജക്റ്റ് നമ്മൾ ഒരു 2 ഡയമെൻഷണൽ ചാർട്ട് ഫോമിൽ വരക്കാൻ പോവാണ് കേട്ടോ. അതായത് ഇന്ററാക്ഷൻ between object represented in a 2-dimensional 2D ചാർട്ട്. നമ്മളൊരു 2D ചാർട്ടിൽ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അതിന്റെ നൊട്ടേഷൻസ് ഒക്കെ അറിയണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് വരയ്ക്കുന്നത് ഒബ്ജക്റ്റിന്റെ നടുവിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഒബ്ജക്റ്റിനെ സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഇട്ടിട്ടാണ്. ആ സ്ക്വയറിന്റെ ഉള്ളിൽ നമുക്ക് എന്താ വെച്ചാൽ ഒബ്ജക്റ്റ് നെയിം എന്താ വെച്ചാൽ നമ്മൾ അത് കൊടുക്കും. ഒബ്ജക്റ്റ് നെയിം ഓക്കെ എഴുതിയിട്ട് ഇങ്ങനെ സ്ക്വയർ ഇട്ടിട്ട് നമ്മൾ ഒബ്ജക്റ്റ് കാണിക്കുന്നു. ഇനി പിന്നെ വേറെ ഒന്നുള്ളത് വെച്ചാൽ ഒരു ഡാഷ്ഡ് ലൈൻ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ അതിനെ പറയാ. ലൈഫ് ലൈൻ ഓഫ് ഒബ്ജക്റ്റിനെ നമ്മൾ സാധാരണ കാണിക്കുന്നത് ഒബ്ജക്റ്റിന്റെ താഴോട്ടായിട്ട് നമ്മളിങ്ങനെ ഡാഷ്ഡ് ലൈൻസ് ഇങ്ങനെ കാണിക്കും. ഈ ലൈൻ എത്ര വരെയാ പോവാന്ന് വിചാരിച്ചാൽ എപ്പോഴാണ് നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റിനെ ഡൈനാമിക്കലി ആണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് OS അതിൻ്റെ അകത്ത് അങ്ങനെ കൂടുതലായിട്ട് ടേക്ക് പാർട്ട് ചെയ്യില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും മെമ്മറി, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ തന്നെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ലൈഫ് എത്രയുണ്ടോ അത്ര സമയം മാത്രമേ ഈ ഡാഷ്ഡ് ലൈന് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എവിടെ വെച്ചാണ് ഈ ഒബ്ജക്റ്റ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ലൈഫ് ലൈനെ നമ്മൾ നിർത്തി കളയും. ഓക്കെ, ഇതേപോലെ ഒന്ന് കൂടുതൽ ഒബ്ജക്റ്റുകൾ ഉണ്ടാവും, അവരൊക്കെ അവരുടെ ഒക്കെ ലൈഫ് ലൈൻ അതിന്റെ താഴത്തേക്ക് വരച്ചിട്ടും ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് ഇതിന്റെ അകത്ത് നൊട്ടേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു റെക്റ്റാങ്കിൾ, അതായത് ലൈഫ് ലൈൻ അല്ലെങ്കിൽ ആക്റ്റീവ് സ്റ്റേറ്റ് എത്ര വരെ എന്നുള്ള കാണിക്കാൻ ഒരു ആക്റ്റീവ് സിമ്പൽ നമ്മളൊരു റെക്റ്റാങ്കുലർ വെച്ചിട്ട് കാണിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ആക്ടിവേഷൻ സിമ്പൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ആക്ടിവേഷൻ സിമ്പൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ ആണ്. ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഈ ഒരു ടൈം മുതൽ ഈ ഒരു ടൈം വരെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ ആ ഒരു പോയിന്റിൽ ഞാൻ ഇങ്ങനെ റെക്റ്റാങ്കിൾ ഇങ്ങനെ ഇട്ട് കാണിക്കുന്ന പരിപാടിയാണ് ഈ ആക്ടിവേഷൻ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോ പിന്നെ അതിനർത്ഥം അത്രയും ടൈം ആ ഒബ്ജക്റ്റ് ഇന്ററാക്ഷനിലാണ്, ആരോടൊക്കെയോ ഉള്ള ഇന്ററാക്ഷനിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ മെസ്സേജ്. ഇപ്പൊ രണ്ട് ഇതേ തരത്തിലുള്ള ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഒബ്ജക്റ്റ് 2 ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെയും ലൈഫ് ലൈൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ മെസ്സേജ് പാസിംഗ് എന്നുള്ളത് ഇപ്പൊ ഞാൻ ഇടാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആറോ ഇട്ടാണ് മെസ്സേജ് പാസിംഗ് കാണിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ടും അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും നിങ്ങൾക്ക് ആറോ ഇടാം. അപ്പൊ മെസ്സേജ് പാസിംഗ് നമ്മൾ കാണിക്കുന്നത് ആറോ ഇട്ടിട്ടാണ്. എന്റെ ഈ ആറോന്റെ മേലെ നിങ്ങൾക്ക് എന്താണ് മെസ്സേജിന്റെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് എഴുതണമെങ്കിൽ, മെസ്സേജ് നെയിമോ അങ്ങനെ എന്തെങ്കിലും എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ, അതായത് ഇപ്പൊ നമുക്കറിയാലോ എന്താണ് എല്ലാ സമയത്തും ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ചില കാര്യങ്ങൾ യെസ് ആവുമ്പോൾ അല്ലെങ്കിൽ ചില ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഈ മെസ്സേജ് പാസ് ചെയ്യൂ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ നമ്മൾ കണ്ടീഷൻ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അതും ഈ ലൈനിന്റെ മേലെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി ഐട്രേറ്റീവ് ആണെങ്കിൽ ആ ഐട്രേറ്റീവ് ആണ് എന്നുള്ള ലൂപ്പ് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്ര ഐട്രേഷൻ വരെ അത് ഗോയിങ് ഓൺ ചെയ്യും എന്നുള്ളത് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ ഒക്കെ മെസ്സേജ് അതിന്റെ മേലെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും നൊട്ടേഷൻസ് ആണ് എന്തിൻ്റെ അകത്ത് വരുന്നത്, ഇന്ററാക്റ്റീവ് ഡയഗ്രത്തിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്,
അതായത് ഒബ്ജക്റ്റ് നമ്മൾ ഒരു സ്ക്വയറിൽ അതിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റിന്റെ പേര് അവിടെ എഴുതി വെക്കുക. അതിനുശേഷം പിന്നെ ലൈഫ് ലൈൻ ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ലൈഫ് ലൈൻ ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വരുന്ന ഡാഷ്ഡ് ലൈൻ ആണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് എത്ര നേരം വരെ നിൽക്കുന്നുണ്ടോ അത്രയും നേരം വരെ മാത്രമാണ് ആ ഡാഷ് ലൈൻ ഉണ്ടാവുള്ളൂ. പ്രോസസ്സിന്റെ ഏത് ഭാഗം വെച്ചിട്ടാണ് ഒബ്ജക്റ്റ് ഡിലീറ്റ് ആവുന്നത് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഡാഷ് ലൈൻ നമ്മൾ നിർത്തും. പിന്നെ ആക്ടിവിറ്റി സിമ്പിൾ ആണ്. ചില ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം മുതൽ പെർട്ടിക്കുലർ ടൈം വരെ അത് ആക്റ്റീവായി നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് അത് ആക്റ്റീവ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി സിമ്പിൾ. അതൊരു ചെറിയൊരു സ്ക്വയർ നമ്മൾ ലൈഫ് ലൈനിന്റെ മേലെ വരക്കുന്ന സ്ക്വയർ അല്ല റെക്ടാങ്കിൾ വരക്കുന്നത്. പിന്നെ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ നടുവിൽ പാസ് ചെയ്യുന്ന ഇന്ററാക്ഷൻ മെസ്സേജസ് ആണ്. അപ്പൊ ആ ഇന്ററാക്ഷന് നമ്മൾ സാധാരണയായിട്ട് ആരോ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ആരോസ് യൂസ് ചെയ്യുന്നു. ഈ ആരോന്റെ മേലെ നമുക്ക് മെസ്സേജിന്റെ നെയിം, അതിന്റെ തന്നെ കണ്ടീഷൻ, അതായത് കണ്ടീഷണൽ ആയിട്ടാണ് മെസ്സേജ് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ, അതേപോലെ എത്ര തവണ, ഇപ്പൊ ഒന്ന് കൂടുതൽ തവണ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഐട്രേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പൊ ഇതാണ് സീക്വൻസ് ഡയഗ്രത്തിന്റെ നൊട്ടേഷന്റെ ബേസിക്സ്. നമുക്ക് ഇനി ഒരു സിമ്പിൾ ആയിട്ട് ഒരു ലൈബ്രറി സിസ്റ്റം, മാനേജ്മെന്റ് സിസ്റ്റം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ സീക്വൻഷ്യൽ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. അപ്പോഴേക്കും നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ആസ് എൻ എക്സാമ്പിൾ ഞാനൊരു ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത്. ഒരു ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം കൺസിഡർ ചെയ്യാം. അപ്പൊ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയാണ് ഉണ്ടാവുക? ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു മെമ്പർ ഉണ്ട്, അതായത് പുറമേ നിന്നുള്ള ഒരു കസ്റ്റമർ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് കസ്റ്റമർ എന്ന് വെച്ചാൽ നമ്മുടെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരു മെമ്പർ ഉണ്ട്. അപ്പൊ അതൊരു ഒബ്ജക്റ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ലൈബ്രറിയൻ ഉണ്ട്. ലൈബ്രറിയൻ അവരാണല്ലോ, ഓക്കെ, അവരാണ് ഈ പറയുന്ന കംപ്ലീറ്റ് ലൈബ്രറി സിസ്റ്റത്തിന്റെയും ഹാൻഡിൽ ചെയ്യുന്നത് ലൈബ്രറിയൻ ആണ്. പിന്നെ വേറെ ആരാടാ ഉണ്ടാവുക? മെമ്പർ ഉണ്ട്, ലൈബ്രറിയൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ബുക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തൂടെ? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ബുക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ബുക്ക് ഞാനൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട്, ഓക്കെ, മറ്റൊരു ഒബ്ജക്റ്റ്. പിന്നെ ഞാൻ ഞാനൊന്നൊരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ ബുക്ക് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ആരെങ്കിലും ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ അതിന്റെ ഒരു ഇൻഫർമേഷൻ, ട്രാൻസാക്ഷൻ ഇൻഫർമേഷൻ ഞാനൊന്ന് എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞാനൊരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും കൂടെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് എന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്ത ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇനി പറഞ്ഞത് വെച്ചാൽ ഒബ്ജക്റ്റിന്റെ താഴോട്ടേക്ക് നമ്മളിങ്ങനെ വരച്ചിട്ട് അല്ലെ, ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടാണ് അതിന്റെ ലൈഫ് ലൈൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഓരോരോ ഒബ്ജക്റ്റിന്റെയും ലൈഫ് ലൈൻ. അപ്പൊ ഞാനിവിടെ എന്തായാലും അതിന്റെ ഡിലീഷന്റെ കാര്യങ്ങളൊന്നും ഞാൻ അവിടെ കാണിക്കുന്നില്ല. ജസ്റ്റ് അതിന്റെ ലൈഫ് ലൈന് മാത്രം കാണിക്കുന്നുണ്ട് കേട്ടോ. ലൈഫ് ലൈന് കാണിച്ചു. ഇനിയുള്ള നമ്മുടെ പ്രോസസ് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം ആരാണ് ബുക്കിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുക? മെമ്പർ എന്ത് ചെയ്യുന്നു? ലൈബ്രറിയനോട് ഒരു റിക്വസ്റ്റ് പാസ് ചെയ്തു. എന്താണ് റിക്വസ്റ്റ്? ബുക്ക്, ഒരു ബുക്കിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. ശരി, ബുക്കിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ലൈബ്രറിയൻ എന്ത് ചെയ്യണടാ? അതായത് ബുക്കിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ബുക്ക് ഡാറ്റാബേസ് അല്ലെങ്കിൽ ബുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് പോയി ചെക്ക് ചെയ്യണ്ടേ? അതായത് വെദർ ദ ബുക്ക് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ ലൈബ്രറിയൻ എന്തായി? ഈ ഒരു പോയിന്റ് ലൈബ്രറിയൻ ആക്ടിവേറ്റ് ആയി കേട്ടോ. അപ്പൊ ലൈബ്രറിയൻ എനിക്ക് ത്രൂ ഔട്ട് ദ പ്രോസസ് ആക്റ്റീവ് ആണ്. അപ്പോ മെമ്പർ പക്ഷേങ്കിൽ ഈ ഒരു റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ മെമ്പർ വെറുതെ നിൽക്കുകയാണ്. പിന്നെ മെമ്പർ അവിടെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പൊ ലൈബ്രറിയൻ നേരെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ആക്റ്റീവ് ആയിട്ട് ഇവിടത്തേക്ക് ഒരു ചെക്ക് കൊടുത്തു, അതായത് ചെക്ക് ഫോർ ബുക്ക്. അപ്പൊ ബുക്കിന് വേണ്ടിയിട്ട് ഒരു ചെക്കിംഗ് മേക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ചെക്ക് ദ അവൈലബിലിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ചെക്കിംഗ് ദ അവൈലബിലിറ്റി, അപ്പൊ അവൈലബിലിറ്റി ചെക്ക് ചെയ്യും. അപ്പൊ ഇനി നോക്കിയപ്പോ ബുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അവൈലബിലിറ്റി ചെക്ക് ചെയ്തപ്പോ ബുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തു. അല്ലെ, അവൈലബിൾ ആണ് എന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തു. ശരി, പിന്നെ എന്താണ് ചെയ്യാം? അവൈലബിൾ ആണെന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? നമ്മള് മെമ്പറിനോട് ഇനി നമുക്ക് പറയണം അല്ലെ, ആ ബുക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പൊ മെമ്പറിന്റെ വാലിഡിറ്റി നോക്കണം. വെദർ ദ മെമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ മെമ്പർ തന്നെയാണോ എന്നുള്ള വാലിഡേറ്റ് ചെയ്തു. ഓക്കെ, അതായത് മെമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. അപ്പൊ ചെക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ ഇഷ്യൂ നമ്പർ ഒക്കെ ചെക്ക് ചെയ്തു. അതായത് ചെക്ക് അതായത് ഇതിനു മുന്നേ മെമ്പർക്ക് ഇത്ര ബുക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ എത്ര ബുക്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യണ്ടേ? കാരണം നമുക്ക് എപ്പോഴും ലിമിറ്റേഷൻ ഉണ്ട്, ഇത്ര ബുക്സേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചെക്ക് ദ നമ്പർ ഓഫ് ഇഷ്യൂസ്. ഓൾറെഡി അയാൾ എടുത്തിട്ടുള്ള ബുക്കിന്റെ എണ്ണം ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം? ഓക്കെ, അതൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ബുക്ക് ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ ദ ബുക്ക്. ഓക്കെ, ഇഷ്യൂ ബുക്ക്. അപ്പൊ നമ്മൾ അതിനുശേഷം അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ബുക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുത്തു.
അപ്പൊ ബുക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് പാരലൽ ആയിട്ട് നമുക്ക് ഈ ട്രാൻസാക്ഷൻ്റെ അകത്ത് എന്ത് ചെയ്യണം, നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണ്ടേ, അതായത് മെമ്പറിന്റെ പേരും അതേപോലെ ബുക്ക് ഡീറ്റെയിലും ആഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരെ എന്ത് ചെയ്തു, ട്രാൻസാക്ഷന്റെ അകത്തേക്ക് പോയിട്ട് ആഡ് മെമ്പർ ആൻഡ് ബുക്ക് ഡീറ്റെയിൽ, മെമ്പറിന്റെയും അതേപോലെ ബുക്ക് ഡീറ്റെയിൽസും നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു, മെമ്പർ ആൻഡ് ബുക്ക് ഡീറ്റെയിൽ. പിന്നെ നമ്മൾ എന്താ ചെയ്തത്, ഇനി ബുക്കിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഒരു ബുക്ക് ഇയാൾക്ക് കൊടുത്തല്ലോ, അപ്പൊ ഓൾറെഡി ഇപ്പൊ 10 ആണെങ്കിൽ 9 ആക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരെ ബുക്കിന്റെ അകത്തേക്ക് പോയിട്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ബുക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് ചെയ്യുന്നത്, അതായത് അപ്ഡേറ്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തു. സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്ത പിന്നെ മെമ്പർ റെക്കോർഡ് അല്ലെ, അപ്പൊ മെമ്പറിന്റെ അകത്ത് ആ ബുക്ക് എടുത്തിന്നുള്ള ആ റെക്കോർഡ് മെമ്പറിന്റെ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ അതേപോലെ തന്നെ അപ്ഡേറ്റ് മെമ്പർ റെക്കോർഡ്, അപ്പൊ മെമ്പർ റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ ഇത്രയും പ്രോസസ്സാണ് ഒരു ബുക്ക് എടുക്കുന്ന സമയത്ത് ഉള്ളൊരു പ്രോസസ്സ്. ഞാൻ ബേസിക് ആയിട്ട് ഒരു പ്രോസസ്സ് മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് ആദ്യം തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മെമ്പർ എന്ത് ചെയ്തു, ഒരു ബുക്കിനെ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ കാണിച്ചത് കേട്ടോ. ഇവിടെ നിന്ന് മുതൽ നമ്മൾ ആ ആക്ടിവിറ്റി എന്നുള്ള ആ സിമ്പൽ ഉണ്ടല്ലോ, അതിവിടെ നമ്മൾ തുടങ്ങി കേട്ടോ. ആക്ടിവിറ്റി സിമ്പിൾ തുടങ്ങി. അപ്പൊ അവിടെ ലൈബ്രറിയൻ ആക്റ്റീവായി, ലൈബ്രറിയന് ചെക്ക് ദ അവൈലബിലിറ്റി, ബുക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അവൈലബിൾ ആണ് എന്നുള്ള ഇൻഫർമേഷൻ ലൈബ്രറിയന് ബുക്ക് ഒബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോ പിന്നെ ലൈബ്രറിനെ നോക്കേണ്ട മെമ്പർ വാലിഡ് ആണോ എന്നുള്ളതാണ്. മെമ്പർ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്തു. പിന്നെ അതിന്റെ കൂടെ നമ്പർ ഓഫ് ബുക്സ് ഇഷ്യൂഡിനെ പറ്റിയിട്ട് ചെക്ക് ചെയ്തു. അതൊക്കെ ഓക്കെ ആയതുകൊണ്ട് ഇഷ്യൂ ബുക്ക് ചെയ്തു. ഇഷ്യൂ ബുക്ക് ചെയ്തതിന് ശേഷം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിന്റെ ട്രാൻസാക്ഷൻ ഡയറക്ടറിയിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ആഡ് മെമ്പർ ആൻഡ് ബുക്ക് ഡീറ്റെയിൽ ട്രാൻസാക്ഷനിൽ ആഡ് ചെയ്തു. എന്റെ ബുക്കിന്റെ സ്റ്റാറ്റസിൽ നിന്നും ഒരു ബുക്ക് കുറക്കണല്ലോ, ഓൾറെഡി അല്ലെ ഒരു ബുക്ക് ഇന്നാൾ എടുത്തിട്ടുണ്ട് എന്ന് കാണിക്കണ്ടേ. അപ്പൊ അത് നമ്മൾ ബുക്ക് സ്റ്റാറ്റസിൽ കാണിച്ചു. എന്നിട്ട് നമ്മൾ മെമ്പറിന്റെ പിന്നെ എന്തുണ്ടാവില്ലേ, റെക്കോർഡ് ഉണ്ടാവില്ലേ, അതിന്റെ അകത്ത് ഇയാൾ ഈ ബുക്ക് എടുത്തു എന്ന് കാണിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെമ്പർ റെക്കോർഡും അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ ഇത്രയും പ്രോസസ്സിലൂടെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മേലെ നിന്ന് താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് മനസ്സിലാക്കാൻ പറ്റും. ഈ സീക്വൻഷ്യൽ പ്രോസസ്സിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്പർ ചെയ്യാറുണ്ട്. സീക്വൻസ് മെസ്സേജിന് മേലെ സീക്വൻസ് നമ്പർ ഇടാറുണ്ട്. അത് വേണ്ടവർക്ക് വേണമെങ്കിൽ ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സീക്വൻസ് നമ്പറും ഇടാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലാണ് ഒരു സീക്വൻസ് ഡയഗ്രാം വരയ്ക്കുക. ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറയുന്ന അതേ ഒബ്ജക്റ്റ് താഴെ വരച്ചതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും വരക്കാം. ചെറിയ ചെറിയ ഓൾട്ടർനേറ്റീവ്സിൽ എല്ലാവരും വരക്കാറുണ്ട്. പക്ഷെ ഞാൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് വരക്കാറ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ അല്ലേ? ഓക്കെ.